ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു RKNX. നീറ്റ് JEE കീം എക്സാമിനേഷനുകൾക്ക് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെഷൻ ഓൾറെഡി ചെയ്തത് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണണം. ഇത് പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ സെഷൻ ചെയ്യാനായി ഞാൻ എടുത്തിരിക്കുന്ന കോൺസെപ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കാണുക. ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുൻപ് ഞാനൊരു ബ്രീഫ് ഐഡിയ തരാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? നമുക്കറിയാം, ഒരു സർഫസ്, ഫോട്ടോ സെൻസിറ്റീവ് സർഫസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുന്ന സർഫസുകളെയാണ് നമ്മൾ ഫോട്ടോ സെൻസിറ്റീവ് സർഫസ് എന്ന് പറയുക. ഓക്കെ, എ സർഫസ് ദാറ്റ് ഈസ് സെൻസിറ്റീവ് ടു ലൈറ്റ്. അതായത് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താൽ എന്ത് ചെയ്യണം? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണം. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് പുറത്തോട്ട് വരും, ശരിയാണോ? അപ്പോൾ ലൈറ്റ് ഇവിടെ വന്ന് സർഫസിലേക്ക് വീഴുന്നു, അതിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നു. ഇതാണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ ലൈറ്റ് വന്ന് വീഴുന്നു. ലൈറ്റ് എന്ന് പറയുന്നത് ഫോട്ടോൺ ആണ്. ഫോട്ടോൺ വരുന്നു, ഫോട്ടോൺ അകത്ത് കയറുന്നു, ഇലക്ട്രോണിനെ പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നടക്കുന്നത് അല്ലേ? അപ്പോൾ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ പറയുന്നത് എന്താ? ഇൻസിഡന്റ് എനർജി, അതായത് സർഫസിലേക്ക് വരുന്ന എനർജി, അതിനെ നമുക്ക് hν എന്ന് പറയാം. അതാ ഇവിടെ വന്ന് വീഴുന്ന, സർഫസിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജി എന്ന് പറയുന്ന hν ആണ്. അത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഒന്ന്, ഈ ഇലക്ട്രോണിനെ സർഫസിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ, ഓക്കെ, അതിനെ നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയും, hν0. ഓക്കെ, രണ്ട്, ബാക്കിയുള്ള എനർജി അത് കൈനറ്റിക് എനർജി ആക്കി മാറ്റും. ആരുടെ കൈനറ്റിക് എനർജി? ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി, പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി. അതാണ് ½mv², ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഒന്നുകൂടി ഞാൻ പറയാം. ഇൻസിഡന്റ് എനർജി, ഈ വരുന്ന ഫോട്ടോണിന്റെ ഇൻസിഡന്റ് എനർജി രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. hν എന്നുള്ളത് ഒന്ന് hν0 ആയിട്ട്, hν0 എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ, അതായത് ഇലക്ട്രോണിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ട എനർജി. ബാക്കിയുള്ള എനർജി ഈ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയായി മാറുന്നു, ½mv². അപ്പോൾ ഇത് നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയാം. അതായത് ഇൻസിഡന്റ് എനർജി hν രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഒന്ന് hν0, ഇത് വർക്ക് ഫംഗ്ഷൻ, ഇത് കൈനറ്റിക് എനർജി അല്ലേ? എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റും ന്യൂ എന്ന് പറയുന്നത് ഇൻസിഡന്റ് എനർജി, എവിടെ വരുന്ന ഇൻസിഡന്റ് ഫ്രീക്വൻസി. ഓക്കെ, ν0 നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ PE എമിഷൻ ടു ഹാപ്പൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കാൻ വേണ്ട മിനിമം ഫ്രീക്വൻസിയാണ് നമ്മൾ ν0 എന്ന് പറയുക കേട്ടോ. അപ്പം ഞാനിവിടെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാവേ. hν, hν0 ലെഫ്റ്റിലേക്ക് എടുത്താൽ hν മൈനസ് hν0 ഈസ് ഈക്വൽ ടു ½mv². കണ്ടോ? hν മൈനസ് hν0 ഈസ് ഈക്വൽ ടു ½ ഇതിൻ്റെ വേറൊരു ഫോം കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. hν മൈനസ് hν0 ഈസ് ഈക്വൽ ടു eV0 എന്നും പഠിക്കുന്നുണ്ട്. അതിൽ V0 എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. അതായത് ഈ കൈനറ്റിക് എനർജിയെ നമുക്ക് വർക്ക് ഡൺ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. വർക്ക് ഡൺ ടു സ്റ്റോപ്പ് ദി ഇലക്ട്രോൺ. നിങ്ങൾ ആ എക്സ്പെരിമെന്റ് നോക്കിയാൽ അത് മനസ്സിലാവും. E എന്ന് പറയുന്ന ചാർജ് ഓഫ് ഇലക്ട്രോണും V0 എന്ന് പറയുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് കേട്ടോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. hν മൈനസ് hν0 ഈസ് ഈക്വൽ ടു ½ mv². ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നമുക്ക് ആകെ പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ ഇതാണ്. ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് വരുള്ളൂ കേട്ടോ. hν മൈനസ് hν0 ഈസ് ഈക്വൽ ടു ½ mv². Vmax എന്ന് പറയുന്നത് മാക്സിമം വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ്, അതായത് ഫാസ്റ്റസ്റ്റ് മൂവിങ് ഇലക്ട്രോണിന്റെ വെലോസിറ്റി ആണ്. m എന്താണെന്നറിയാലോ? മാസ് ഓഫ് ഇലക്ട്രോൺ ആണ് കേട്ടോ. എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ V0ലെ E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോണും V0 എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് കേട്ടോ. ഞാൻ ഇവിടെ ഫസ്റ്റ് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാ നോക്കൂ, y ആക്സിസിൽ ½mv²ഉം x ആക്സിസിൽ ന്യൂ. നോക്കിക്കേ, ഞാൻ ഇവിടെ ഇക്വേഷൻ എഴുതാം കേട്ടോ. hν മൈനസ് hν0 ഈസ് ഈക്വൽ ടു ½mv². ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ അല്ലേ? ഇവിടെ y ആക്സിൽ കിടക്കുന്ന ആരാ? ഗ്രാഫിനനുസരിച്ച് വേണം വേരിയബിൾ സെലക്ട് ചെയ്യാൻ കേട്ടോ. y ആക്സിൽ കിടക്കുന്നത് ½mv². അപ്പോൾ ഇത് ശരിക്കും y ആക്സ് ആണ് കേട്ടോ. ഞാൻ ആ ഇക്വേഷൻ എഴുതാൻ പോകും. y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. ഈ ഇക്വേഷൻ നമുക്കറിയാം, ഇത് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് അല്ലേ? ഇക്വേഷൻ ഫോർ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. അതിൽ m എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫും
സി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റും ആണ്. ഈ കാണുന്നതാണ് വൈ ഇൻ്റർസെപ്റ്റ് കേട്ടോ. എവിടെയാണോ ഗ്രാഫ് തുടങ്ങുന്നത് വൈ ആക്സിസിൽ, ആ പോയിന്റിനെയാണ് നമ്മൾ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുക കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊന്ന് കമ്പയർ നോക്കാം. ഞാൻ ഇവിടെ സർക്കിൾ വരയ്ക്കാം കമ്പയർ ചെയ്യാനേ. ഈ വൈയുടെ പ്ലേസിൽ ആരാ ഉള്ളത്? വൈയുടെ പ്ലേസിലുള്ളത് പിങ്ക് സർക്കിൾ ½ mv², അല്ലേ? ഇനി എക്സിൻ്റെ പ്ലേസിലോ? എക്സിൻ്റെ പ്ലേസിൽ ബ്ലൂ സർക്കിൾ. എക്സിൻ്റെ പ്ലേസിലുള്ളത് ആരാ? എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ ഉള്ളത് ഫ്രീക്വൻസി. ശരിയാ, ഞാൻ എക്സ് ആക്സിൽ ഫ്രീക്വൻസി എടുത്തിരിക്കുന്നത് കണ്ടോ. എക്സ് ആക്സിൽ ഇവിടെ ഫ്രീക്വൻസി എടുത്തിരിക്കുന്നത്, വൈ ആക്സിൽ ½ mv². ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് കമ്പയർ ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ എൻ്റെ കൺക്ലൂഷൻ എന്താണെന്നറിയോ? ഒന്നാമത്തെ കൺക്ലൂഷൻ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എം ആണ് കേട്ടോ. ഇവിടെ എന്തിൻ്റെ പ്ലേസിലാണ് എം ഉള്ളത് നോക്കിയാൽ മനസ്സിലാവും. ഈ ഇക്വേഷനെയും ഈ ഇക്വേഷനെയും കമ്പയർ ചെയ്യാം. ഇവിടെ എം എക്സിൻ്റെ പ്ലേസിൽ എച്ച് ന്യൂ ആണ്, അതിൽ എക്സ് എന്ന് പറയുന്നത് ന്യൂ ആണ്. അപ്പോൾ എമ്മിൻ്റെ പ്ലേസിൽ ആരാ? എച്ച് ആണ്, അല്ലേ? അപ്പോൾ എം എന്ന് പറയുന്നത് ഇവിടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? നേരെ ഗ്രാഫിന്റെ സ്ലോപ്പ് കിട്ടിയാൽ മതി, അല്ലേ? അപ്പോൾ എങ്ങനെയത് ക്വസ്റ്റൻ ചോദിക്കാന്നറിയോ? അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും, കോൺസെപ്ഷ്യൽ ക്വസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുക. സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഗിവ്സ് യു വാട്ട്? സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്താ നമുക്ക് തരിക? സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എടുത്താൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കിട്ടുക കേട്ടോ. സ്ലോപ്പ് എങ്ങനെ എടുക്കാന്നറിയോ? ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, അതിൻ്റെ ആവശ്യമില്ല എന്നാലും പറഞ്ഞു തരാം കേട്ടോ. സ്ലോപ്പ് എടുക്കാൻ ടെക്നിക്ക് ഉണ്ട്. ഇതുപോലെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, കണ്ടോ? എന്നിട്ട് ഈ ആംഗിൾ തീറ്റ എന്ന് എടുക്കുക, എന്നിട്ട് ടാൻ തീറ്റ എടുക്കുക. ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് സ്ലോപ്പ് കിട്ടും. ആ സ്ലോപ്പാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കേട്ടോ. നിങ്ങളിത് ബോർഡ് എക്സാമിനേഷന് സജസ്റ്റ് എ മെത്തേഡ് ഫോർ ഫൈൻഡിങ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇതിൽ നിന്ന് ഞാൻ വൈ ഇൻ്റർസെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും കേട്ടോ. വൈ ഇൻ്റർസെപ്റ്റ് എന്താ ഒന്ന് പറയാമോ? വൈ ഇൻ്റർസെപ്റ്റ് എന്തായിരിക്കും? വൈ ഇൻ്റർസെപ്റ്റിനെ സി എന്നാണ് നമ്മൾ പറയുക. വൈ ഇൻ്റർസെപ്റ്റ് സി. വൈ ഇൻ്റർസെപ്റ്റ് സി ആണ്. സിയുടെ പ്ലേസിൽ ഇവിടെ ആരാ ഉള്ളത്? എച്ച് ന്യൂ 0 കണ്ടോ. രണ്ടാമത്തെ ടേം നോക്കൂ, സി. രണ്ടാമത്തെ ടേം നോക്കൂ, എച്ച് ന്യൂ 0. അത് മൈനസ് ആണ്, അത് കുഴപ്പമില്ല. അതിൻ്റെ കാരണം ഇത് നെഗറ്റീവ് ഇൻ്റർസെപ്റ്റ്, ഇത് നെഗറ്റീവ് വൈ ആക്സിലാണ് ഇത് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇത് മൈനസ് ആയത് കേട്ടോ. അപ്പോൾ ആ മോഡുലസ് മാത്രം എടുത്താൽ മതി. സിയുടെ പ്ലേസിൽ ഇവിടെ എച്ച് ന്യൂ 0 ആണ്, അല്ലേ? അപ്പോൾ എച്ച് ന്യൂ 0 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റീരിയൽ ആണ്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ ഇജക്ഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്യാൻ വേണ്ട മിനിമം ഇൻസിഡന്റ് എനർജിയാണ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുക കേട്ടോ. മൂന്നാമത്തെ എന്താണെന്നറിയോ? എക്സ് ഇൻ്റർസെപ്റ്റ് നോക്കാം. എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമാണ്. എക്സ് ഇൻ്റർസെപ്റ്റ് എന്താണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. എക്സ് ഇൻ്റർസെപ്റ്റ് ഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടും. ഈ കാണുന്നതാണ് എക്സ് ഇൻ്റർസെപ്റ്റ് കേട്ടോ. കണ്ടോ, ആ കാണുന്നത്, ഈ കാണുന്നതിനെ നമ്മൾ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുക. ഞാൻ നേരത്തെ വൈ ഇൻ്റർസെപ്റ്റ് എന്താണെന്നാ പറഞ്ഞേ? വൈ ആക്സിസിൽ ഗ്രാഫ് തുടങ്ങുന്ന സ്ഥലം. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് എന്തായിരിക്കും? എക്സ് ആക്സിസിൽ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അതിനെ നമ്മളൊരു പേര് വിളിക്കും, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് കേട്ടോ. അത് ത്രെഷോൾഡ് ഫ്രീക്വൻസി, അതായത് മിനിമം ഫ്രീക്വൻസി നീഡഡ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ടു ഹാപ്പൻ. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇതേപോലെ വ്യത്യാസം നോക്കിയേ. ഇവിടെ വൈ ആക്സിൽ ½ mv² ആണ്, ഇവിടെ വൈ ആക്സിൽ EV0 ആണ് കണ്ടോ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം ഇക്വേഷൻ ചൂസ് ചെയ്യാൻ. എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0 ഇസ് ഈക്വൽ ടു EV0. ഞാൻ രണ്ടാമത് എഴുതിയ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഇവിടെ ഇക്വേഷൻ എഴുതിയിരുന്നു, ഓർക്കുന്നുണ്ടോ? ഈ ഇക്വേഷൻ കണ്ടോ, ആ ഇക്വേഷനാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വേരിയബിൾ അനുസരിച്ച് വേണം ചൂസ് ചെയ്യാൻ ഇക്വേഷൻ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? y ഇസ് ഈക്വൽ ടു mx+c. ഇനി കമ്പയർ ചെയ്യാം. വൈയുടെ പ്ലേസിൽ ഇവിടെ ആരാ? വൈ ആക്സിൽ ആരാ? EV0, ശരിയല്ലേ? വൈ ആക്സിൽ EV0. നോക്കൂ, വൈ ആക്സിൽ EV0. എക്സ് ആക്സിസിൽ ന്യൂ. എക്സിൻ്റെ പ്ലേസിൽ നോക്കൂ, എക്സിൻ്റെ പ്ലേസിൽ ഇത് എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ ഫ്രീക്വൻസി കണ്ടോ. പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാം, ഓരോരുത്തരായിട്ട് കമ്പയർ ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എം ആണ് കേട്ടോ. എം എന്താ ഇവിടെ? ഇവിടെ എമ്മിൻ്റെ പ്ലേസിൽ ഇവിടെ എച്ച് ആണ് കണ്ടോ. എം ഇസ് ഈക്വൽ ടു എച്ച് എന്ന് വരും. സോ ഇവിടെയും സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തന്നെ കിട്ടും. ഇവിടെയും സ്ലോപ്പ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആയിരുന്നു അല്ലേ. രണ്ടാമത്തെ നോക്കാം നമുക്ക്. വൈ ഇൻ്റർസെപ്റ്റ് നോക്കാവേ. വൈ ഇൻ്റർസെപ്റ്റ് നോക്കിയേ. വൈ ഇൻ്റർസെപ്റ്റ് സി എന്താ ഇവിടെ? വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് സി ആണ്.
സിയുടെ പ്ലേസിൽ ഇവിടെയുള്ളത് h0 ആണ്. ശരിയല്ലേ? ഇതാ ഈ ഗ്രാഫ് നോക്ക്, h0 കണ്ടോ? അപ്പോൾ നേരിട്ട് അത് എഴുതാം, h0യുടെ പേര് വർക്ക് ഫംഗ്ഷൻ എന്നാണ് കേട്ടോ. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടി നേരെ ഈ y ഇന്റർസെപ്റ്റ് എടുത്താൽ മതി. ഇതാണ് വർക്ക് ഫംഗ്ഷൻ കണ്ടോ? ഞാൻ വേണേൽ ഇവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇവിടെ ഇതാണ് വർക്ക് ഫംഗ്ഷൻ, ഇവിടെ ഇതാണ് വർക്ക് ഫംഗ്ഷൻ കണ്ടോ? മനസ്സിലായോ? വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, കഴിഞ്ഞില്ല. മൂന്നാമത്തെ എക്സ് ഇന്റർസെപ്റ്റ് കൂടി ഞാൻ എടുക്കാം. എക്സ് ഇന്റർസെപ്റ്റ് എങ്ങനെ എടുക്കുക? എക്സ് ഇന്റർസെപ്റ്റ് എടുക്കാൻ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഗ്രാഫ് എക്സിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു? ഇതാണ് ഗ്രാഫ് എക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം കണ്ടോ? ഈ സ്ഥലം. അത് ഈ ഗ്രാഫിലെ പോലെ തന്നെ അത് ത്രെഷോൾഡ് ഫ്രീക്വൻസി, അത് മിനിമം ഫ്രീക്വൻസിയാ കേട്ടോ, മിനിമം ഫ്രീക്വൻസിയാ ത്രെഷോൾഡ് ഫ്രീക്വൻസി. എക്സ് ഇന്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു µ0, മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഇതാണ് രണ്ടാമത് ചോദിച്ച ടൈപ്പ് ക്വസ്റ്റൻ കേട്ടോ. ഓക്കെ, അപ്പോൾ സ്ലോപ്പ്, y ഇന്റർസെപ്റ്റ്, എക്സ് ഇന്റർസെപ്റ്റ്, ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇനി ഇതേ ക്വസ്റ്റൻ വേറെ രീതിയിൽ ചോദിച്ചത് ഇങ്ങനെയാണ്. ഇവിടെ നോക്കിയേ, ഡിഫറൻസ് നോക്കൂ. ഇവിടെ ഹാഫ് എം വി മാക്സ് സ്ക്വയർ y ആക്സിൽ, ഇവിടെ EV0 y ആക്സിൽ, ഇവിടെ V0 y ആക്സിൽ കണ്ടോ? അപ്പം ഞാൻ ഇക്വേഷൻ ഒന്നുകൂടി എഴുതുക കേട്ടോ. hν മൈനസ് hν0 ഈസ് ഈക്വൽ ടു EV0. പക്ഷേ ഈ ഇക്വേഷൻ എനിക്ക് പോരാ, എനിക്ക് വൈയിൽ V0 മാത്രം മതി. V0 മാത്രം മതിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാമോ? ഞാൻ എല്ലാവരെയും E കൊണ്ട് ഡിവൈഡ് ചെയ്യും. എല്ലാവരെയും E കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവരെ E കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവരെ E കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവരെ E കൊണ്ട് ഡിവൈഡ് ചെയ്യാം കണ്ടോ? എല്ലാ ടേംസിനെയും ഞാൻ E കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം കേട്ടോ. h/e ഇൻറ്റു ന്യൂ ആദ്യത്തെ ടേം കണ്ടോ? h/e ഇൻറ്റു ന്യൂ. ഓക്കെ, മൈനസ് രണ്ടാമത്തെ ടേം h/e ഇൻറ്റു µ0 ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഇവർ രണ്ടും കട്ടായി കഴിഞ്ഞാൽ ബാക്കി V0 കണ്ടോ? ഇനി എളുപ്പമാണ്, നമുക്ക് താഴെ y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി എന്ന് എഴുതാം കണ്ടോ? y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി എന്ന് എഴുതാം. ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യാം. y ആക്സിൽ കിടക്കുന്ന ആരാ? y ആക്സിൽ കിടക്കുന്നത് V0 കണ്ടോ? ശരിയാ, y ആക്സിൽ V0 ആയ, y ആക്സിൽ V0 ആയ കണ്ടോ? x ആക്സിൽ കിടക്കുന്ന ആരാ? x ആക്സിൽ കിടക്കുന്നത് ന്യൂ, എക്സിന്റെ പ്ലേസിൽ ഇവിടെ ന്യൂ ആണ് കണ്ടോ? ആ ടേംസ് ഇനി കമ്പയർ ചെയ്യാം, ഓരോന്നും നമുക്ക് എഴുതാം കേട്ടോ. ഒന്നാമത്തെ എന്താ പറഞ്ഞ ഞാൻ? സ്ലോപ്പ് m എന്താ ഇവിടെ സ്ലോപ്പ് ശ്രദ്ധിക്കണേ, എമ്മിന്റെ പ്ലേസിൽ ഇവിടെ h/e ആണ് കണ്ടോ? ഫസ്റ്റ് ടേം കണ്ടോ? ഇവർ രണ്ടുപേരും സെയിം ആണ്, അപ്പോൾ ഇത് രണ്ട് സെയിം ആയിരിക്കും. എമ്മിന്റെ പ്ലേസിൽ h/e ആണ് കേട്ടോ, h/e. അപ്പോൾ നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? therefore h എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം m/e. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം കണ്ടോ? m/e. അപ്പോൾ നേരത്തെ ആണെങ്കിൽ h എന്ന് പറയുന്നത് m ആയിരുന്നു, ഇവിടെയും h എന്ന് പറയുന്നത് m ആയിരുന്നു, ഇവിടെയോ h എന്ന് പറയുന്നത് m/e ആണ് കണ്ടോ? വ്യത്യാസം കണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ y ഇന്റർസെപ്റ്റ് കേട്ടോ. y ഇന്റർസെപ്റ്റ് സിയുടെ പ്ലേസിൽ ആരാ? y ഇന്റർസെപ്റ്റ് സിയുടെ പ്ലേസിൽ ആരാ? ഈ കിടക്കുന്ന മുഴുവനും കൂടെ കണ്ടോ? രണ്ടാമത്തെ ടേം സിയുടെ പ്ലേസിൽ ഇത് മുഴുവൻ കൂടെ h/e ഇൻറ്റു µ0. ഇവിടെയും നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആവേ, c ഇൻറ്റു ഇ കണ്ടോ? അപ്പോൾ c ഇൻറ്റു ഇ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു hν0 കണ്ടോ? hν0. ഇപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞു. ഇനി എക്സ് ഇന്റർസെപ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. എക്സ് ഇന്റർസെപ്റ്റിൽ വലിയ കാര്യമൊന്നുമില്ല, അതെല്ലാം ഒന്ന് തന്നെ ആയിരിക്കും. എക്സ് ഇന്റർസെപ്റ്റ് എന്താ കിട്ടുക? ഈ കാണുന്നതാണ് എക്സ് ഇന്റർസെപ്റ്റ് കേട്ടോ. ഇതിൽ പോലെ തന്നെ കണ്ടോ? ഇവിടെ ഉള്ള പോലെ തന്നെ എക്സ് ഇന്റർസെപ്റ്റ്, ഈ ഡിസ്റ്റൻസ് എക്സ് ഇന്റർസെപ്റ്റ് അതെന്തായിരിക്കും? അത് ആസ് ബിഫോർ ത്രെഷോൾഡ് ഫ്രീക്വൻസി തന്നെയായിരിക്കും കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ ചെയ്തത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലെ ഐൻസ്റ്റീൻസ് ഇക്വേഷൻസിനെ ബേസ് ചെയ്തുള്ളൊരു ക്വസ്റ്റൻ ആണ്. അത് 3 തരത്തിൽ പലപ്പോഴായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഞാനിവിടെ ചെയ്തത് കേട്ടോ. ഇനി ഇതിനെ ബേസ് ചെയ്ത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നൊരു ക്വസ്റ്റൻ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിന് ആൻസർ കമന്റ് സെക്ഷനിൽ പറയുക കേട്ടോ. ഐഡിയ പറഞ്ഞുതരാം. ഫോളോയിങ് ഗ്രാഫ് ഷോസ് ദ വേരിയേഷൻ ഓഫ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് കോമ്പിനേഷൻ ഓഫ് 3 cells. 3 സെല്ലിന്റെ കാര്യമാണ് പറയുന്നത് കണ്ടോ? 3 cells ആണ് കേട്ടോ, ഇൻ സീരീസ് വേഴ്സസ് കറണ്ട്. അപ്പോൾ ഇവിടെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. V is equal to E minus IR എന്നാണ്. V is equal to E minus IR എന്നാണ് കണ്ടോ? അപ്പോൾ ഇതിൽ നമുക്ക് നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് എന്ത് ഫോർമുല ഇതുള്ളതെന്ന് അറിയാമോ? y is equal to C plus XM കണ്ടോ? C plus XM ആ ഫോർമുലാണ് അല്ലേ? y is equal to C plus XM ഫോർമുലാണ്. y is equal to mx plus c കണ്ടോ?
ചെക്ക് ചെയ്ത് നോക്കാവേ, ഓരോന്ന് 1 by 1 ചെക്ക് ചെയ്ത് നോക്കാവേ. വൈയുടെ പ്ലേസിൽ ആരാ? വൈയുടെ പ്ലേസിൽ ഇവിടെ വി ആണ് അല്ലേ? വൈ ആക്സിൽ വി ആണോ നോക്കിയേ? യെസ്, വൈ ആക്സിൽ വി ആണ്, കണ്ടോ? ഇനി എക്സിന്റെ പ്ലേസിൽ ആരാ? എക്സിന്റെ പ്ലേസിൽ ഇവിടെ ഐ ആണ്. നേരെ മുകളിൽ നോക്കിയാൽ മതി, എക്സിന്റെ പ്ലേസിൽ ഐ ആണ്, കണ്ടോ? എക്സ് ആക്സിൽ ഐ അല്ലേ നോക്കിയേ? എക്സ് ആക്സിൽ ഐ ആണ്, കണ്ടോ? ഇനി കഴിഞ്ഞു. ഇനി നമുക്ക് എളുപ്പമാണ്. ഇ എം എഫ് കിട്ടാൻ വേണ്ടി നേരെ വൈ ഇന്റർസെപ്റ്റ് എടുത്താൽ മതി. ഇ എം എഫ് കിട്ടാൻ വേണ്ടി വൈ ഇന്റർസെപ്റ്റ് എടുത്താൽ മതി, കണ്ടോ? അപ്പം ഞാൻ വൈ ഇന്റർസെപ്റ്റ് എടുത്ത് കാണിക്കാം. ഇ എം എഫ് ഇസ് ഈക്വൽ ടു വൈ ഇന്റർസെപ്റ്റ്. നോക്ക്, ഇതാണ് വൈ ഇന്റർസെപ്റ്റ്, ഇതാണ് ഇ എം എഫ്. അത് രണ്ടും സെയിം ആയിരിക്കും, കണ്ടോ? ഫസ്റ്റ് ടേംസ് അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു വൈ ഇന്റർസെപ്റ്റ് എത്രയെന്ന് പറയാമോ? ഗ്രാഫ് വൈയിൽ തുടങ്ങുന്ന എവിടെ നോക്കിയാൽ മതി. ഇതാ ഇവിടെയാ ഗ്രാഫ് തുടങ്ങും താഴോട്ട് പോകുന്നത് അല്ലേ? ഈ നിൽക്കുന്ന ലൊക്കേഷൻ 6 ആണ്, കണ്ടോ? 6 വോൾട്സ് എന്ന് കിട്ടും. ഇത് എത്ര സെല്ലുകളാ? 3 സെല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു സെല്ലിൻ്റെ ഇ എം എഫ് എത്രയായിരിക്കും? ഒരു സെല്ലിൻ്റെ ഇ എം എഫ് എത്രയായിരിക്കും? E/3. 6/3 is equal to 2 volts എന്ന് കിട്ടും, കണ്ടോ? ഇത് ഒന്നാമത്തെ പാർട്ടാണേ. ഇനി സ്ഥിരം ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റൻ ഇതിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി എവിടെ നിന്ന് എടുക്കാം? ഇതിൽ നോക്കിയാൽ മതി. ഇന്റേണൽ റെസിസ്റ്റൻസ് എം എന്ന് പറയുന്നത് 6 ആണ് അല്ലേ? സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് നോക്കാം കേട്ടോ. ഞാനൊന്ന് ഇന്റേണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ദേ ഇവിടെ നോക്ക്, എം എന്ന് പറയുന്നതാണ് സ്ലോപ്പ്. അതിൻ്റെ പ്ലേസിൽ ഇവിടെ 6 ആണുള്ളത്, കണ്ടോ? എമ്മിൻ്റെ പ്ലേസിൽ 6 ആണുള്ളത്. നേരെ നോക്കൂ, എം ഇസ് ഈക്വൽ ടു, നമുക്ക് വേണ്ടതിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് കേട്ടോ, അത് എം ആണ്. സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഗ്രാഫിൻ്റെ ഇതാണ് തീറ്റ കേട്ടോ. ടാൻ തീറ്റ എടുത്താൽ മതി. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, കണ്ടോ? ഓപ്പോസിറ്റ് സൈഡ് 6 ആണ് ഇവിടെ. അപ്പോൾ 6 ബൈ അഡ്ജസൻറ്റ് സൈഡ്, കണ്ടോ? ഇതാണ് തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് ഹൈറ്റ്, അത് 6 ആണ് ഇവിടെ. അഡ്ജസൻറ്റ് സൈഡ് ഇവിടെ 2 ആണ്, കണ്ടോ? അപ്പോൾ 6/2, ഇത് 3 ohms എന്ന് കിട്ടും. ഇത് 3 സെൽസിനല്ലേ? അപ്പോൾ ഒരു സെല്ലിനാവുമ്പോഴോ 1/3 വരും അല്ലേ? 3/3 is equal to 1 ohm എന്ന് ആൻസർ വരും, കണ്ടോ? അപ്പോൾ ഗ്രാഫിനെ ബേസ് ചെയ്ത് 2 ചാപ്റ്ററുകളിൽ നിന്ന് 2 കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻസ് ആണ്. ഇനിയും ഇതുപോലെ ധാരാളം ക്വസ്റ്റൻസ് ഉണ്ട്, നമുക്ക് വേറെ സെഷനുകളിൽ ചെയ്യാം. തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനിയും നമുക്ക് ഇതുപോലെ വീണ്ടും സെഷനിൽ കാണാം. ടിൽ വി മീറ്റ് അഗെയിൻ, ബൈ.